ആദാബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ BA BSc ഫസ്റ്റ് സെമസ്റ്റർ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള കോമൺ കോഴ്സ് സെക്കൻഡ് ലാംഗ്വേജ് ഉറുദുവിന്റെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ഡോക്ടർ ജാക്കിർ ഹുസൈൻ എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ചാപ്റ്ററിന്റെ പേരാണ് ആഖിരി ഖദം എന്നുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഡോക്ടർ ജാക്കിർ ഹുസൈനെ ഒന്ന് പരിചയപ്പെടാം. डॉक्टर जाकिर हुसैन का शुमार एक माहिर तालीम सियासतदान की हैसियत से बेहद अहमियत रखते हैं. डॉक्टर जाकिर हुसैने കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മാഹിർ താലിം എഡ്യൂക്കേഷനിസ്റ്റ് थे और इसी तरह एक पॉलिटिशियन भी थे. सियासतदान पॉलिटिशियन की हैसियत से बेहद अहमियत रखते हैं. एक അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. उनकी पैदाइश हैदराबाद में 8 फरवरी 1897 ईस्वी को हुई. അദ്ദേഹത്തിന്റെ ജനനം ഹൈദരാബാദിലായിരുന്നു. इब्तिदाई तालीम हैदराबाद में ही हासिल की. प्राइमरी एजुकेशन हैदराबाद में ही हासिल की और जबकि हाई स्कूल की तालीम उन्होंने इटावा से और आला तालीम मोहम्मदन एंग्लो ओरिएंटल कॉलेज से हासिल की. बाद आसानी यानी उसके बाद वो मुल्क की आज़ादी और तालीमी सरगर्मियों में जुट गए. उसके बाद अधिशेष मुल्क की आज़ादी यानी हिंदुस्तान की आज़ादी की तहरीक से और इसी तरह तालीमी सरगर्मियों में वो जुट गए. അതുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. कुछ तलबा और असातिज़ा मिलकर नेशनल मुस्लिम यूनिवर्सिटी का क़याम किया तो उसमें डॉक्टर जाकिर हुसैन भी शामिल थे. ആ ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റി ഏതാനും യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നാഷണൽ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൽ പങ്കാളികളായിരുന്നു നമ്മുടെ ഡോക്ടർ जाकिर हुसैन. ये यूनिवर्सिटी 1925 ईस्वी में दिल्ली के करोल बाग और फिर 1935 ईस्वी में जामिया नगर मुंतकिल हो गई. ഈ യൂണിവേഴ്സിറ്റി ആദ്യം സ്ഥാപിതമായത് ഡൽഹിയിലെ കരോൽ ബാഗ് അഥവാ കരോലി ബാഗ് എന്നിവ അറിയപ്പെടുന്ന സ്ഥലത്താണ്. ശേഷം പിന്നീട് അത് 1935 ईस्वी में जामिया नगर मुंतकिल हो गई. यानी जामिയ നഗർ അഥവാ ജാമിയ മില്ലിയ ഇസ്ലാമി നിൽക്കുന്ന ആ യൂണിവേഴ്സിറ്റി അവിടെ अതാണ് जो आज जामिया मिल्लिया यूनिवर्सिटी के नाम से मशहूर है. നമ്മൾ ജാമിയ മില്ലിയ ഇസ്ലാമി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഇവർ സ്ഥാപിച്ചതാണ്. എന്നുവെച്ചാൽ ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തോടൊപ്പം തന്നെ ധാരാളം വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർന്ന് 1925 കരോലി ബാഗ് സ്ഥാപിതം തുടങ്ങിയ പിന്നീട് ജാമിയ നഗറിലേക്ക് മാറിയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി അതാണ് നമ്മൾ അറിയപ്പെടുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നുള്ള യൂണിവേഴ്സിറ്റി. इस दौरान उन्होंने अंग्रेजों के खिलाफ आवाज बुलंद की. ഈ ഒരു കാലയളവിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശബ്ദം ഉയർത്തിപ്പിടിച്ചു. വെച്ചാൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനും അതുപോലെ തന്നെ തഹരീക്ക് അദം താവുൻ അഥവാ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് സർഗറം കിർദാർ നിഭായ. അപ്പൊ അതിനൊക്കെ അദ്ദേഹം കാര്യവത്തായ റോളാണ് നിർവഹിച്ചത്. इसी वजह से उन्हें जेल भी जाना पड़ा. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് जेल भी जाना पड़ा है. उसके बाद उन्होंने माशियात में PhD के लिए जर्मनी का सफर किया. അതിനുശേഷം उन्होंने इकोनॉमिक्स में PhD के लिए PhD करने के लिए वो जर्मनी गए. फिर वापसी के बाद दोबारा हिंदुस्तान की आजादी की जंग में जुड़ गए. यानी जब वो PhD करके हिंदुस्तान वापस आ गया तो उस वक्त फिर भी उन्होंने हिंदुस्तान की आजादी की जंग में जुड़ गए और उसके लिए कोशिश करते रहे. उन्होंने महात्मा गांधी और हकीम अजमल खान के नजरियात पर अमल करते हुए हिंदुस्तान को एक नया सियासी निजाम देने की कोशिश की. അദ്ദേഹം മഹാത്മാഗാന്ധിയോടൊപ്പം ചേർന്ന് അതുപോലെ തന്നെ ഹക്കീം അജ്മൽ ഖാന്റെ അതുപോലെ മഹാത്മാഗാന്ധിയുടെയൊക്കെ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഒരു പോളിസി അടിസ്ഥാനത്തിൽ താലീം നിസാം ദേനേക്ക് കോശിഷ് की. ഇന്ത്യക്ക് ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. उनके काविशों को देखते हुए आजादी के बाद उन्हें अलीगढ़ मुस्लिम यूनिवर्सिटी का वाइस चांसलर बनाया गया. അദ്ദേഹത്തിന്റെ ഈ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം अलीगढ़ मुस्लिम यूनिवर्सिटी वाइस चांसलर बनाया गया. बाद अजान वो मुल्क के तीसरे सदर भी बने. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. उनका इंतकाल 3 मई 1969 ईस्वी को दिल्ली में हुआ. ഇനി അദ്ദേഹത്തിന്റെ മസ്മൂൻ നോക്കാം. ആഖിരി ഖദം.
आओ आज तुम्हें एक बहुत अच्छे आदमी का हाल सुनाए जिसे उसके जीते जी ബഹ്തീരെ लोग बुरा बुरा कहते थे എന്ന് വെച്ചാൽ आओ നമ്മോട് പറയണം വരൂ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം एक बहुत अच्छे आदमी का हाल सुनाए ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം आज मैं आप लोगों को एक अच्छे आदमी का हाल सुनाना चाहता हूँ और उसके जीते जी बहतीरे लोग मीन्स बहुत सारे लोग उनको बुरा बुरा कहते मीन्स बुरा बुरा कहते थे ആ മനുഷ്യൻ നല്ല മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചിരുന്നു മോശം പറഞ്ഞിരുന്നു മോശം വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു और मरने के बाद भी उसकी नेकी का हाल बस वही जानते हैं जिसके साथ उसने भलाई की थी അദ്ദേഹം മരിച്ചതിനു ശേഷവും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ചുകൊണ്ട് അറിയുള്ളൂ അതാർക്കാണ് ജിൻകെ സാത്ത് ഉസ്നെ ഭലായി की थी അദ്ദേഹം നന്മ ചെയ്ത ആളുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ നന്മയെ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളെ കുറിച്ചുകൊണ്ട് അറിവുള്ളൂ और शायद बाज़ तो उनमें से भी भूल गए होंगे അതിൽ തന്നെ ധാരാളം ആളുകൾ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ള സേവനങ്ങളൊക്കെ ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടായേക്കാം एक नेक आदमी के पास बड़ी दौलत थी ഇതിന്റെ സ്റ്റോറി അദ്ദേഹം പറയാണ് एक नेक आदमी के पास बड़ी दौलत थी ഒരു നല്ലൊരു മനുഷ്യൻ उनके पास वो बहुत बड़े मालदार आदमी थे यानी उनके पास बहुत सारे माल व दौलत थे मगर ये उन लोगों में था പക്ഷേ ये मालदार आदमी वो उन लोगों में था അങ്ങനെയുള്ള ഒരാളായിരുന്നു എങ്ങനെയുള്ള ആള് जो अपने धन दौलत को अपना नहीं समझते थे वो अपने धन दौलत को अपना नहीं समझते थे അയാളുടെ സമ്പത്തിനെ അയാളുടേതായി അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല ബൽക്കെ അല്ലാഹ് മിയാ की अमानत जानते हैं അദ്ദേഹം അതിനെ കണ്ടിരുന്നതാണ് പടച്ചവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്വത്തായിട്ട് മാത്രമായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് बस जो बस इसलिए उनके सुपुर्द की जाती है कि उसे उसके बंदों पर സർഫ് करे അഥവാ എന്താണ് അതിനെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരാളായിട്ട് മാത്രമേ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് इसीलिए उनकी सुपुर्द की जाती है कि उसे उसके बंदों पर सर्फ करें लोगों में तकसीम करें यानी जरूरतमंदों के पास जरूरतमंदों को गरीबों को मुफलिसों को माल और दौलत पहुंच जाते थे वो खुद उनकी ये उजरत ये है कि उनमें से ये भी बस मोटा जूता पहन ले और दाल दलिया खाकर गुजर कर ले അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കൂലി എടുത്തിരുന്നു എന്താണ് उसमें से ये भी बस मोटा जूटा ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്യുന്നു അല്ലെങ്കിൽ മോട്ടാ ജൂട്ട പഹൻലെ എന്ന് വെച്ചാൽ നല്ല നല്ല മുന്തിയ വസ്ത്രങ്ങളും ധരിക്കാതെ ഒരു മോശം അല്ലെങ്കിൽ സാധാരണ വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം ധരിച്ചിരുന്നു അവർ നേരം ദാൽ ദരിയ ഖാക ഗുസർ കർലെ അവർ ചെയ്തിരുന്നു ദാൽ ദരിയ എന്ന് വെച്ചാല് നമ്മളുടെ നമ്മൾ പറയല്ലോ എന്ന് വെച്ചാൽ ദാൽ എന്ന് പറഞ്ഞാല് പരിപ്പ് അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളും ഇതൊക്കെ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ എളിയ ജീവിതം നയിച്ചിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് अंगने हाँ तो ये नेक आदमी भी अपनी दौलत से खुद बहुत कम फायदा उठाता था चुरकतिल ये नेक आदमी थी ये एक अच्छे आदमी वो भी अपनी दौलत से खुद बहुत कम फायदा उठाता था അദ്ദേഹം വളരെ കുറച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് ये एक साफ से मगर बहुत छोटे मकान में रहता था അദ്ദേഹം വളരെ വൃത്തിയുള്ള ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് गजी गाड़े के बहुत मामूली कपड़े पहनते था അദ്ദേഹം തന്നെ സാധാരണ ഡ്രസ്സ് മാത്രമായിരുന്നു ധരിച്ചിരുന്നത് ഖാനെ കാ ക്യാ ബതാവോ അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയെ കുറിച്ച് ഞാൻ എന്ത് പറയും കബി ചന ചാവ്ലിയെ പലപ്പോഴും എന്താണ് അദ്ദേഹം ചന മീൻസ് നമ്മൾ പറയുന്ന കടല അതൊക്കെ എടുത്തുകൊണ്ട് കുറയ്ക്കുമായിരുന്നു കവി മക്ക ഖേലിയും ഖാലിയും എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് പലപ്പോഴും കമ്പം എന്ന് നമ്മൾ പറയില്ലേ അത് എടുത്തുകൊണ്ട് കഴിക്കാറായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ एक वक्त हंडिया छड़ी तो 3 वक्त के खाने का इंतजाम हो गया അതുപോലെ അദ്ദേഹം ഒരു നേരത്തേക്ക് അദ്ദേഹം സ്ഥലം അടുപ്പത്ത് വെച്ചായിരുന്നുണ്ടാകും 3 वक्त के खाने का इंतजाम हो गया അദ്ദേഹം 3 നേരം അതിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് दोस्त अहबाब जिन्हें उसके हाल की खबर थी तरह तरह से उसे खेल तमाशों में रंग रलियों में घसीटना चाहते थे അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും ജിനെ ഉസ്കെ ഹാൽ കി ഖബർ തി ഇദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകളെ അവര് തരേസെ ഉസെ ഖേൽ തമാശുമേ അവർ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് പല കളി തമാശകളിലേക്കും മറ്റും അവന് രംഗ് റലിയൊമ്മെ ഗസേട്ടിനെ ചാദ്യത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അതിലേക്ക് പിടിച്ചു വരച്ചിരുന്നു അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും
मगर ये हमेशा कुछ ना कुछ बहाना करके टाल देता था. പക്ഷെ ഇദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യും, എന്തെങ്കിലും ഓരോ ഒഴിവും പറഞ്ഞുകൊണ്ട് അന്ന് രക്ഷപ്പെടുമായിരുന്നു. ആഖിർ കോ സബ് മേ ബഡ കഞ്ചൂസ് മഷ്ഹൂർ ഹുവ. ചുരുക്കത്തിൽ അവസാനം ഇദ്ദേഹം എന്താണ്, വലിയൊരു പിശുക്കൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഉസ്കെ ദോസ്ത് ഉസേ മിയ മക്കി ചൂസ് കഹാ കർത്തേ थे. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ മിയ മക്കി ചൂസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചോദിച്ചേക്കാം, नेक आदमी को अपने दोस्त लोग क्या पुकारते थे, किस नाम से पुकारते थे? मियाँ मक्की चूस. मियाँ मक्की चूस के नाम से किसे लोग पुकारते थे ചോദിച്ചേക്കാം. ബാസ് ദോസ്ത് उसकी दौलत की वजह से जलते भी थे. ചില സുഹൃത്തുക്കളാണെങ്കിലോ അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ട് ജ്വലിച്ചിരുന്നു, മീൻസ് അസൂയപ്പെട്ടിരുന്നു. वो उसे ओपी छेड़ते और बदनाम करते थे. ഇങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ശകാരിക്കാനും ശല്യം ചെയ്യാനും മറ്റുമൊക്കെ അവരെ അപഹസിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോ മഗർ ഈ ധുൻ കാ പക്കാ था. ധുൻ കാ പക്ക മീൻസ് ഇരാദെ കാ പക്കാ था. മീൻസ് പക്ക ഇരാദ. മീൻസ് എന്താണ്, തീർത്തും എന്താണ് ഉറച്ച തീരുമാനം എടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരു ഉറച്ച തീരുമാനം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ബരാബർ ചുപ് ചുപ് കർ ചുപ് ചുപാത്തെ अपनी दौलत से कभी किसी न किसी मुस्तहक की मदद करता रहता था. പക്ഷെ അദ്ദേഹം എങ്ങനെ ചെയ്തിരുന്നത്, ചുപ് ചുപ് കർ എന്ന് വെച്ചാൽ ആരെയും ഒന്നും കാണിക്കാതെ ഒളിഞ്ഞു നിന്നുകൊണ്ട്, അതെന്ന് മറ്റുള്ളവരെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നു. ചുപ് ചുപാത്തെ അപ്പനി ദൗലത് സേ, തന്റെ സമ്പത്തിൽ നിന്നും കിസി മുസ്തഹക്കോ ഹക്ക്ദാർക്കോ എന്ന് വെച്ചാൽ അർഹതപ്പെട്ട ആളുകൾ അദ്ദേഹം ചെയ്തിരുന്നു മദത് കർത്താ ഹി രഹതാ था. അദ്ദേഹം സഹായിക്കുമാറുണ്ടായിരുന്നു. और इस तरह के सीधे हाथ देता तो उल्टे को खबर न होती. എങ്ങനെ അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നത്, വലത്തെ കൈ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ പോലും അറിയാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹം സംഭാവനകളൊക്കെ നൽകിയിരുന്നത്. और जबान पर जिक्र आने का तो जिक्र ही क्या. പിന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള ആള് മുഖത്തോട് മറ്റൊരാൾ പറയേ ഇങ്ങനെയൊക്കെ സംഭാവന കൊടുത്തത് ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ചുകൊണ്ടാണ് ആളുകൾ ഇത് മിയാ മക്കി ചൂസ് എന്നൊക്കെ വിളിക്കുന്നത്. न जाने എന്നിട്ട് പറയുന്നത് न जाने कितनी बेवाएं उसके रुपये से पलती थी. ആർക്കറിയാം അദ്ദേഹത്തിന്റെ ഈ പൈസ കൊണ്ട് എത്ര ബേവമാര് വിധവമാരാണ് വളർന്നിരുന്നത്, എന്ന് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. कितने यतीम उसकी मदद से पढ़कर अच्छे कामों से लग गए थे. ആർക്കറിയാം എത്ര യതീം മക്കള്, അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഒന്നും ഇല്ലാത്ത മക്കള്, അവർക്ക് എന്താണ് എത്ര ആളുകൾ ഇദ്ദേഹത്തിന്റെ പൈസ ഉപയോഗിച്ചിട്ട് പഠിച്ച് നല്ല ജോലികളും മറ്റൊക്കെ നേടിയിട്ടുണ്ട്. കിത്നെ മദ്രസ ഉസ്കെ സഹാവസെ ചൽ രഹേ थे. എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സേവനത്താൽ, അദ്ദേഹത്തിന്റെ സംഭാവനയാൽ ചലിക്കുന്നുണ്ട് എന്ന്. കൈ ഷിഫാ ഖാനോ മേ ദവാ കാ സാരാ ഖർച്ച് ഉസ്നെ അപ്നെ സർ ലേ ലിയാ था. അദ്ദേഹം കൈ ഷിഫാ ഖാനോ കെ ധാരാളം ഹോസ്പിറ്റലുകളുടെ ദവാക്ക സാര ഖർച്ച് മരുന്നിന്റെ മുഴുവൻ ചെലവ് ഉസ്നെ അപ്നെ സർ ലേ ലിയാ था. അദ്ദേഹം തന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തതായിരുന്നു. അദ്ദേഹമായിരുന്നു അതൊക്കെ പേയ്മെന്റ് നടത്താറുള്ളത്. ഹസാറും ദുഃഖി ബീമാറും को बेजाने पूछे उनके रुपये से रोज आराम पहुंचता था. ആയിരക്കണക്കിന് ദുഃഖിതരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത ആളുകൾക്ക്, ഇദ്ദേഹം അറിയുക പോലും ഇല്ലാത്ത ആളുകൾക്ക് അദ്ദേഹം ചെയ്തിരുന്നു റോസ് ആരാം പഹുസ്താ था. അദ്ദേഹം ചെയ്തിരുന്നു നിരന്തരം അല്ലെങ്കിൽ നിത്യവും അദ്ദേഹം ചെയ്തിരുന്നു ഇങ്ങനെയുള്ള അവർക്കൊക്കെ ഒരു ആശ്വാസം പകർന്നിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം. ലേക്കിൻ ये मशहूर था वही कंजूस मक्की चूस. പക്ഷെ ആളുകൾക്കിടയിൽ പ്രശസ്തൻ എങ്ങനെയായിരുന്നു, കഞ്ചൂസ് മക്കി ചൂസ് എന്നൊക്കെ പേരിലായിരുന്നു. ആളുകൾ പിന്നെ പറയാറുണ്ട് ദുനിയാക്ക കിത്ന, ഈ ലോകത്തെ എത്ര മുതലുണ്ട്, അപ്പനെ കാമായ കിസി ഓർക്കെ, ഒന്ന് തിന്നൂല്ല മറ്റുള്ളവർക്ക് ഇത് കൊടുക്കൂല എന്നറിയില്ലോ, ആ രൂപത്തിലുള്ള ആളാണ് ഇദ്ദേഹം. കോയ് ഉസ് പർ ഹസ്താ ഥാ കോയ് ഹഫാ ഹോതാ ഥാ. ചില ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചിരിക്കും, ചില ആളുകൾ ദേഷ്യപ്പെടും. സബ് ഉസേ ബുര സമസ്തേ. ചുരുക്കത്തിൽ എല്ലാവരും അദ്ദേഹത്തെ എന്തായിരുന്നു, ഒരു മോശം വ്യക്തിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ആദ്മി കിത്ന ഹി നേക് ഹോ ദൂസരോ കെ ഹർദം ബുര കഹനെ സെ ജി ദുഃഖതാ ഹി ഹെ. ചുരുക്കത്തിൽ എത്ര വലിയ നല്ല വ്യക്തിത്വമാണെന്നുണ്ടെങ്കിലും ആളുകൾ എപ്പോഴും എന്താണ് അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ആരെങ്കിലും കുറിച്ചുകൊണ്ട് ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണെന്ന്, മനുഷ്യനാണ്, മനസ്സ് വേദനിക്കുമെന്നുള്ളത്. उसके दिल को भी कभी बड़ी ठेस पहुंचती थी. അപ്പൊ അദ്ദേഹത്തിനും ഇതുപോലെ ഈ ആളുകളൊക്കെ പലതും വേണ്ടാത്തത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനും വളരെ വേദന പറ്റിയിരുന്നു. ജുൻസിലാത്തത് അദ്ദേഹത്തിന് അന്നേരം സഹിക്കാൻ പറ്റില്ലായിരുന്നു.
ജ്വലിക്കുമായിരുന്ന പ്രവർത്തകരാണ്. ആംഖോ മേ ആസു ഭർ ഭർ ആത്തെ थे. അദ്ദേഹത്തിന്റെ കണ്ണിന്നൊക്കെ ധാരധാരയായി കണ്ണുനീര് ഒഴുകാറുണ്ടായിരുന്നു. മഗർ ഫിർ സബ കർ ലേതാ था. പക്ഷെ പിന്നെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഇതൊക്കെ ക്ഷമിച്ചിരുന്നു. ഉസ്കെ പാസ് एक खूबसूरत सी किताब थी. അദ്ദേഹത്തിന്റെ അടുത്ത് एक खूबसूरत सी किताब थी. ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുസ്തകമുണ്ട്. ചക്കന ചക്കന മോട്ടാ കാഗസ്, നല്ല തിളക്കമുള്ള, നല്ല എന്ന് വെച്ചാല് നല്ല കട്ടിയുള്ള കടലാസൊക്കെയുള്ള. നീലെ കപ്പടേക്ക് സുബുക് സി ജിൽദ്, നല്ല നേർത്ത നീല ഒരു എന്താണ് കവറിംഗ് ഒക്കെ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. പുഷ്തേപ്പർ സുൻഹരെ ഹർഫുമേ ലിഖാ ഹുവാ താ. അതിന്റെ പിന്നിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിരുന്നത് ഹിസാബെ അമാനത്ത് എന്നുള്ളത്. അപ്പൊ ഉസ് കിതാബ് മേ ഈ അപ്പന പൈസ കാ ഹിസാബ് ലിഖാ കർത്താ താ. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്ന ഓരോ പൈസയുടെയും കണക്ക് അതിൽ എഴുതിയിരുന്നു. ജിസ്കോ കബി കുച്ച് ദിയാ താ സബ് ഉസ്മേ ദർജ് താ. അഥവാ എപ്പോ അദ്ദേഹം ആർക്ക് എന്ത് കൊടുത്തു എന്നുള്ളത് എഴുതിയിരുന്നതിൽ. കഹി 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 കൈഫിയത്ത് കെ ഖാനെ മേ ബഡി ദിൽചസ്പ് ബാतें ലിഖി थी. ചുരുക്കത്തിൽ അദ്ദേഹം ഒരു ഭാഗത്ത് എഴുതും, അതിന് നേരെ അപ്പുറത്ത് അതിന്റെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എഴുതൂല്ലേ എന്ന രൂപത്തിൽ അദ്ദേഹം അതിന്റെ കൈഫിയത്ത് ഖാനമേ, അതിനുശേഷം എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് അദ്ദേഹം എഴുതിയിരുന്നു. എങ്ങനെ? ബഡി ദിൽചസ്പ് ബാतें, വളരെ രസകരമായ സംഭവങ്ങളായിരുന്നു എഴുതിയിരുന്നത്. ഈ സബ് ബാത് കോ ലിഖി ഗയി थी. ഇതൊക്കെ കാലങ്ങൾക്ക് ശേഷം എഴുതിയതാണ്. എന്ത്? ഈ ദിൽചസ്പ് ബാतें കൈഫിയത്ത് ഖാനയിൽ എഴുതിയത്. എന്താണ്? കിസി യതീം കോ പഠനെ കെ ലിയെ വസീഫ ദിയാ. അദ്ദേഹം ഏതൊരു യതീമുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം പഠിക്കാൻ വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. 15 സാൽ ബാദ് കി താരീഖ് ദേക്കർ, 15 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിട്ട് അദ്ദേഹം അതിന്റെ കൈഫിയത്ത് ഖാനയിൽ എഴുതിയിരുന്ന അവസ്ഥയിൽ എന്താണ് എഴുതിയത്? ദർജ് ഹെ അബ് അഹമ്മദാബാദ് മേ ഡോക്ടർ ഹെ. അപ്പോൾ അദ്ദേഹം എന്താണ്? അഹമ്മദാബാദിലെ ഡോക്ടറാണ്. വഹാങ്കി യതീംഖാനെ കാ നാസിം, മാത്രമല്ല അവിടുത്തെ യതീം ഖാനയുടെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് എന്ന്, മീൻസ് നോക്കി നടത്തുന്ന ആൾ കൂടിയാണ് എന്നർത്ഥം. കിതാബോ കെ ഏക് കാറോബാരി കോ സഖ്ത് പരേശാനി കെ ആലം മേ 2000 रुपये दिए हैं. ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു കുതുബ് ഫറോഷ് കോ കിതാബ് പുസ്തകമൊക്കെ വിൽപ്പന നടത്തുന്ന ഒരാൾക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 2000 രൂപ കൊടുത്ത് അദ്ദേഹം സഹായിച്ചിരുന്നു. കൈ സാൽ ബാദ് കൈഫിയത്ത് ഖാനെ ലിഖാ. ധാരാളം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കൈഫിയത്ത് ഖാനയിൽ എഴുതിയ എന്താണ്? आज खत आया है. उन्होंने रसूल अकरम की सीरत पाक निहायत साफ और सादा जबान में लिखवाकर 1 लाख नुस्खे തുലബാ മേ മുഫ്ത് തഖ്സീം കിയേ ഹെ. എന്താണ് വന്നത്? ഇന്ന് അദ്ദേഹത്തിന് കത്ത് വന്നിട്ടുണ്ട്. അതിൽ എഴുതിയ എന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ കുറിച്ചുകൊണ്ട്, ജീവചരിത്രത്തെ കുറിച്ചുകൊണ്ട് എഴുതിയിട്ട് വളരെ വളരെ സാഫ് ഓർ സാദാ ജബാൻ മേ, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിക്കൊണ്ട് 1 लाख നുസ്ഖ, 1,00,000 കോപ്പികൾ പ്രസിദ്ധീകരിച്ചിട്ട് അദ്ദേഹം മുഫ്ത് തഖ്സീം കി ഹെ, ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഖുദാ ജസായ ഖൈർ ദേ, പഠിച്ചവൻ അവരെയൊക്കെ നന്നാക്കട്ടെ. എന്നിട്ട് പറയണത്, ദഹ്ലി കെ ഏക് മദ്രസേ കോ ഐസേ വഖ്ത് കെ ഉസ്കോ കോയി മദദ്ഗാർ ന था, 10,000 रुपये दिए थे. അങ്ങനെ ഡൽഹിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അന്നേരം അതേ സഹായിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് 10,000 रुपये दिए थे, 10,000 രൂപ അദ്ദേഹത്തിന്റെ വകയായിട്ട് സംഭാവന നൽകി. ഇന്ദിരാജ് റഖം കെ സാമനെ കൈഫിയത്ത് മേ ലിഖാ താ. ഇപ്പൊ അതിന്റെ ആക്ടിവിറ്റി കോളത്തിൽ അദ്ദേഹം എഴുതിയില്ല, അത് എന്തിനു ചെലവഴിച്ചു എന്നുള്ളത് കൈഫിയത്ത് നാമിൽ അദ്ദേഹം എഴുതി. എന്താണ്? സാലാന റിപ്പോർട്ട് പടി, അതിന്റെ ആനുവൽ റിപ്പോർട്ടൊക്കെ വായിച്ചു. അപ്പൊ അതിലുള്ള എന്താണ്? ഹർ സൂബെ മേ ഉസ്കി ഏക് ഷാഖ് ഖായിം ഹോ ഗയി ഹെ. ഓരോ പ്രവിശ്യയിലും ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഓരോ ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അതിലുള്ളത് അങ്ങനെയാണ്. ഈ സൂബെ മേ തോ ഗാവ് മേ താലീം മർക്കസ് ഖായിം കർ ദിയേ थे. അതുപോലെ തന്നെ ഈ സൂബയിലുള്ള ഈ പ്രവിശ്യകളിലൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കണ്ട് അതിന്റെ ഒരു അതിന്റെ റിസൾട്ട് എന്നുള്ള നിരക്ക് എന്താണ്? ഇപ്പോ ഗാവുമേ ഗ്രാമാന്തരങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ താലിമി മറാക്കിസ് ഖായിം കർ ദിയേ ഹെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഈ കാം ന ഹോതാ തോ ഇസ് മുൽക് മേ മുസൽമാനോ കി തമദ്ദുനി ഹസ്തി കബീ കി ഖത്മ ഹോ ചുക്കി ഹോത്തി थी. അപ്പൊ അഥവാ ഈ ഒരു പ്രവർത്തനങ്ങളൊന്നും നേരത്തെ ആളുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ സംസ്കാരം, മുസ്ലിങ്ങളുടെ എന്ന് വെച്ചാൽ എല്ലാം എന്ത് ചെയ്തിരുന്നു? ഈ ഭൂമുഖത്ത് നിന്ന് എന്നോ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ് ഇന്നിവിടെ മുസ്ലിങ്ങൾ
അന്തസ്സോടുകൂടി ജീവിക്കുന്നത്, സംസ്കാര സമ്പന്നരായി ജീവിക്കുന്നത്, വിദ്യാസമ്പന്നരായി ജീവിക്കുന്നത് എന്നർത്ഥം. ഇസി ഖിസം കെ ബേഷുമാർ ഇന്ദ്രാജാത് ഥേ. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഈ ഒരു കോളങ്ങളിലൊക്കെ എഴുതി വെച്ചത്, ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നത്. ഇസ് കിതാബ് കോ അക്സർ ഉഠാക്കർ പഠനെ ലഗ്താ ഥാ. ഈ പുസ്തകം അദ്ദേഹം ഇടക്കിടക്ക് എടുത്തുനിന്ന് വായിക്കാറുണ്ടായിരുന്നു. ഖുസൂസൻ എപ്പോ കിസി നാദാൻ दोस्त की जबान से दिल दुखता तो जरूर इस किताब की वर्क गिरदानी की जाती थी. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നാദാൻ, അറിവില്ലാത്ത ഏതെങ്കിലും സുഹൃത്തുക്കള് അവരുടെ മുഖത്ത് നിന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ മറ്റോ കേൾക്കുമ്പോൾ, കുത്തുവാക്കുകൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, ആശ്വാസത്തിന് വേണ്ടി ഈ കിതാബ് കി വർക്ക് ഗിർദാനി കി ജാതി थी, ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് മറച്ചു നോക്കുമായിരുന്നു. और उसको देखकर कभी कभी मुस्कुराता भी था. ഈ പുസ്തകം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളത് കണ്ടിട്ട് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. उसका इरादा था कि मरते वक्त ये किताब उन लोगों के लिए छोड़ जाऊंगा. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇന്നെ കുറിച്ചുകൊണ്ട് മോശം പറയുന്ന ആളുകൾക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ഈ പുസ്തകം ഇവിടെ വിട്ടേച്ച് പോകണം എന്നുള്ളതായിരുന്നു. जो उम्र भर मुझे पहचाने बगैर मेरा दिल दुखाते रहे. അഥവാ ഈ ആയുസ് മുഴുവനും എന്നെ കുറിച്ചുകൊണ്ട്, എന്നെ അറിയാതെ എന്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച ആളുകൾക്ക് ഒരു മറുപടി എന്നോണം. ഈ ഇരാദെ ഉസേ ബഡി തസ്കീൻ ഹോത്തി തീ. ഇങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിൽ അദ്ദേഹം മുന്നേറി. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു ഇത് വല്ലാതെ അദ്ദേഹത്തിന് ഇത് വലിയ ആശ്വാസം നൽകി. സൗ സുനാർക്കി ഏക് ലോഹാർക്കി. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, സൗ ഒരു പ്രയോഗമാണിത്, സൗ സുനാർക്കി ഏക് ലോഹാർക്കി എന്നർത്ഥം. എന്ന് വെച്ചാൽ സുനാർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത്, ലോഹാർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത്. അപ്പോ കൊല്ലന്റെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ഒരടി അത് സുനാർക്കി സൗ മാർക്കി ബരാബർ ഹെ. എന്ന് വെച്ചാല് സ്വർണ്ണപ്പണിക്കാരൻ 100 അടിക്കുന്നതിന് പകരം എന്താണ്, കൊല്ലപ്പണിക്കാരൻ ഒറ്റ അടി തന്നെ എന്താണ്, ഒരുപോലെയാണ് എന്നർത്ഥം. എന്ന് വെച്ചാല് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അതിന് പകരം ഈ ഒറ്റ പുസ്തകം മതിയാവും അദ്ദേഹത്തിന് എന്ത് മറുപടി എന്നർത്ഥത്തിൽ. ഉസ്നെ 1000 ദഫ മേരാ ജി ഖൂൻ കിയാ ഹെ. ആളുകളുടെ 1000 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ രക്തം ഇതിന് മേരാ ജി ഖൂൻ കിയാ ഹെ. അദ്ദേഹം അവരെ എന്നെ കുറിച്ചുകൊണ്ട് മോശം പറഞ്ഞിട്ടുണ്ട് എങ്കിലും മേ ഏക് ദഫ ഉന്നെ ഐസ ശർമാവുങ്ക കെ ബസ് സർ ന ഉഠേഗ. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ഈ രൂപത്തിൽ നാണം കെടുത്തു. എങ്ങനെ, കെ ബസ് സർ ന ഉഠേഗ. പിന്നെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാണം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാവില്ല, ആ രൂപത്തിലേക്ക് ഞാൻ. ഈ പുസ്തകം കാണുന്നവരുടെ കൂടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യും, നാണം വന്നോളും എന്നർത്ഥം. ഈ സോച്താ ഥാ ഓർ ഖുഷ് ഹോതാ ഥാ. ഇതൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. ഹോത്തെ ഹോത്തെ ബുഡാപ്പ ആൻ പहुंचा. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. വോ അഭി ഏക് ബൂഢാ ഹോ ഗയാ ഹെ. ബദൻ ജവാബ് ദേനെ ലഗാ. എന്ന് വെച്ചാൽ ശരീരമൊക്കെ എന്തിന് മറുപടി നൽകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അദ്ദേഹം എന്താ ശരീരത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. റോസ് കോയിന് കോയി ബീമാരി ഖിടി ഹെ. നിത്യം ദൈനംദിനം എന്താണ് ഓരോരോ അസുഖങ്ങളും മറ്റൊക്കെ പിടിപെടാൻ തുടങ്ങി. ഏക് ദഫ ഡിസംബർ കാ മഹീനത. ഒരു ഡിസംബർ മാസത്തിലെ ഒരു ദിവസം സഖ്ത് ബീമാർ ഹുവ. വളരെ അസുഖബാധിതനായി. ബുഖാർ ഓർ ഖാസി, എന്താണ് പനിയും ചുമയും ഒക്കെ വന്നു. ഏക് ദിൻ ദോ ദിൻ തീസരെ ദിൻ സീനെ മേ സഖ്ത് ദർദ് ശുരു ഹുവ കോയി ദോപഹർ ഗഫ്ലത് രഹി. എന്ന് വെച്ചാല് അങ്ങനെ 1, 2, 3 ദിവസം ഇടക്കിടക്ക് നിരന്തരം അദ്ദേഹത്തിന് വേദനകളും മറ്റുമൊക്കെ കൂടി വന്നു. ദോപഹർ ഗഫ്ലത് രഹി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇദ്ദേഹം എത്തി. ഹോഷ് ആയാ തോ സാൻസ് ലേനെ മേ ഭി തക്ലീഫ് ഹോത്തി थी. ബോധം തിരിച്ചു വന്നത്തിൽ അദ്ദേഹത്തിന് എന്താണ്, ശ്വാസം അയക്കുന്നതിൽ ഏറെ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ന്യൂമോണിയൊക്കെ ഹംല, ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞു. പിന്നെ സഖ്ത് ഹംല, കാര്യമായി ബാധിച്ചു. ഷാം സെ ഹാരത് ഗൈർ ഹോനെ ലഗി. എന്ന് വെച്ചാൽ വൈകുന്നേരമായവരുടെ അവസ്ഥയൊക്കെ പറ്റ മോശമാവാൻ തുടങ്ങി. ബാർ ബാർ ഗഫ്ലത്ത് ഹോ ജാതി थी. അദ്ദേഹം പലപ്പോഴും എന്താണ് ഒന്നൊക്കൊന്ന് ഒരു ഓർഡർ ആവാൻ ശ്രമിക്കുമെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ഒന്നും പറ്റുന്നില്ല. തോടെ ദേർക്കോ ഹോഷാത്ത, കുറച്ചു നേരത്തേക്കോ അതിന് ബോധം വരും. പിന്നെ അതേ ബോധാവസ്ഥയിൽ തന്നെ. കോയി 4 ബജേക്ക് ഖരീബ് ഹോഷ് ആയ. ചിലപ്പോൾ ഒരു 4 മണിക്കാവുമ്പോഴേയും ഒരു ബോധം വരും. തോ ഉസ്കി സമജ് മേ ആ ഗയാ. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് അബ് വക്ത് ആൻ പहुंचा है, സമയം ആയിട്ടുണ്ട് എന്ന്. ജോ സബ്കെ ലിയെ ആതാ ഹെ, എല്ലാവർക്കും വരുന്നൊരു സമയം വന്നിട്ടുണ്ട്. ഉദ്ദേശം എന്താണ്, ജിസ്സെ കോയി ഭാഗ്കർ ബച്ച് നഹീ സക്താ. അതിൽ നിന്നും നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. മനുഷ്യൻ മരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട് എന്ന്.
चारपाई के पास ही मेज पर वो नीली खूबसूरत किताब ഹിസാബ് അമാനത്ത് വ്യക്തി എത്തി. അദ്ദേഹം കട്ടിലിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മേശയിൽ वो नीली किताब നീല നിറത്തുള്ള खूबसूरत किताब रखी थी यानी हिसाब अमानत रखी थी. അങ്ങനെ ചെയ്തു. जिसे अभी 2 दिन पहले बीमारी में उठाकर पढ़ा था. അദ്ദേഹം അസുഖബാധിതനായി നിന്നിരുന്ന സമയത്ത് ഈ ഒരു പുസ്തകം എടുത്തുകൊണ്ട് അദ്ദേഹം വായിച്ചിരുന്നു. चंद लम्हे उसकी तरफ गौर से देखा. കുറച്ചു നേരം അദ്ദേഹം ചെയ്തു उस किताब की तरफ देखा और आंखों से आंसू बहने लगी. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഐസയ്ക്ക് थमते ही न थे എന്നുവെച്ചാൽ നിൽക്കുന്നില്ല ആ രൂപത്തില്. കിതാബ് की तरफ हाथ बढ़ाकर उसे उठाना चाहा. അങ്ങനെ ആ പുസ്തകത്തിനടുത്തേക്ക് ഒന്ന് കൈയൊക്കെ ഉയർത്തിയിട്ട് എന്താണ് എടുക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും കൈ മർത്തബ കോശിഷ് മേ ഉസെ മുഷ്കിൽ സെ ഉഠാ പായ. അങ്ങനെ ധാരാളം പ്രാവശ്യം പരിശ്രമിച്ചു. അതിനുശേഷമാണ് ആ പുസ്തകം ഒന്ന് എടുക്കാൻ പറ്റിയത്. फिर कुछ सोच में पड़ गया. പിന്നെ എന്തോ ആലോചനയില്. ये अजीम शान गड़ी ये छोटा ख्याल. ഇദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നെ എന്താണ് സോച്ചില് എന്ന് വെച്ചാൽ ഈ അസീം ഷാൻ ഗഡി ഈ ഒരു ഔന്നിത്യമായ നിമിഷം എന്ന് വെച്ചാൽ മരണത്തിന് പടച്ചവന്റെ അടുത്തേക്ക് പോകുന്ന ഈ സമയം ഈ ചോട്ട ഹയാൽ ഇപ്പൊ ഈ ഇടുങ്ങിയ ചിന്ത എന്ന് വെച്ചാല് ഞാൻ ആളുകൾക്ക് പകരമായിട്ട് എന്ത് ചെയ്യും മറുപടി പറയാൻ ഈ പുസ്തകം ഇവിടെ വിട്ടേച്ചു പോകുമെന്നുള്ള ഈ ചിന്ത. ഉൻകോ ശർമ്മ കർത്തു ചിക്യാ മിലേക. അവരെ നാണം കെടുത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ ആ നിന്നെ കുറിച്ച് മോശം പറഞ്ഞിരുന്ന ആൾക്കാർക്ക് മുമ്പിൽ എന്നെ കുറിച്ച് മോശം പറഞ്ഞിരുന്ന ആൾക്കാർക്ക് മുമ്പിൽ ഞാൻ അവരെ നാണം കെടുത്തിട്ട് എനിക്ക് എന്താ കിട്ടുക എന്ന്. तो तू अपना काम कर सरा. നീ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞില്ലേ, നീ വിട്ടേക്ക്. अपने काम से काम मंजिल आ पहुंची. നീ ചെയ്യേണ്ട കാര്യം ചെയ്തു, എത്തേണ്ട അടുത്ത് എത്തി. ആഖിരി ഖദം ക്യോं ഡഗ്മഗായി. എന്തിനാണ് ഈ അവസാന സമീപിച്ചുകൊണ്ട് നാളിക്കെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? दोनों हाथों में किताब थामी. അങ്ങനെ രണ്ട് കൈ കൊണ്ട് കൂടി പുസ്തകം താങ്ങി പിടിച്ചു. हाथ थरथरा रहे थे. കൈയൊക്കെ ആകെ വിറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ जैसे कोई बहुत बड़ा बोझ उठाया हो. വലിയ എന്തോ ഭാരം എടുത്ത പോലെ. बड़ी मुश्किल से तकिए पर से सर भी कुछ और उठाया. അങ്ങനെ തലയുടെ നിൽക്കുന്ന തലയൊക്കെ ഒന്ന് കുറച്ച് ഉയർത്തിയിട്ട് ഇദ്ദേഹം ചെയ്തു और नातवा जिस्म की सारी आखिरी क़ुव्वत. ശരീരത്തിന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് സർഫ് करके किताब को उसके पास वाली अंगेठी में फेंक दिया. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയുള്ള അടുപ്പിലേക്ക് അദ്ദേഹം ആ പുസ്തകം കൊണ്ട് ഇട്ടേച്ചു, വലിച്ചെറിഞ്ഞു. जिसमें कोई 2:30 बजे नौकर ने बहुत से कोयले डाले थे. ഏകദേശം ഒരു 2:30 ബജെ 2 മണി സമയത്ത് അദ്ദേഹത്തിന്റെ നൗക്കർ സെർവന്റ് ചെയ്തിരുന്നു. അതില് കോയില കൽക്കരിയിട്ട് കത്തിച്ചിരുന്നു. और मियां को सोता जानकर वो दूसरे कमरे में जाकर सो गया था. അങ്ങനെ ഇദ്ദേഹത്തെ എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ആ സെർവന്റ് ചെയ്തിരുന്നു അപ്പുറത്തുള്ള റൂമിൽ പോയി കിടന്നായിരുന്നു. ചുരുക്കത്തില് കിതാബ് ജൽനെ ലഗി. അങ്ങനെ ഈ പുസ്തകം ചെയ്തു കത്താൻ തുടങ്ങി. ഉസ്കി നസർ ഉസ് पर ജമീ थी. ഈ വ്യക്തിയുടെ കണ്ണുകൾ എന്തായിരുന്നു, അദ്ദേഹം നോക്കി കാണാണ് ഈ പുസ്തകം കത്തുന്നത്. ജിൽദ് കെ ജൽനെ മേ ദേർ ലഗി. അതിന്റെ ചട്ടയൊക്കെ ഒന്ന് കത്തുന്നതിൽ കുറച്ച് സമയം എടുത്തു. फिर अंदर के कागजों में आग लगी तो एक शोला उठा. അങ്ങനെ അകത്തുള്ള പേജുകളൊക്കെ ഒന്ന് കത്താൻ തുടങ്ങിയതോടുകൂടി ഒരു വലിയ തീഗോളമായത് മാറി. उनकी रोशनी में उसके होंठों पर एक खफीफ सी मुस्कुराहट दिखाई दी. അതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പ്രസരിപ്പ്, ഒരു സന്തോഷം, ഒരു മുസ്കുരാഹട്ട്, പുഞ്ചിരി ഒന്ന് കണ്ടു. ചെഹരെ पर एक अजीब इत्मीनान. മുഖത്ത് വല്ലാത്തൊരു ആശ്വാസവും. ഉദർ മുഅസ്സിൻ ने അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഹ. അപ്പൊ അതേ സമയത്ത് മുഅസ്സിൻ എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന ആള്, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആള്. അദ്ദേഹം തന്നെ ബാങ്കിലെ ഒരു വരിയായിരുന്നു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. और नेकियों का उस कारवान सालार सल्लल्लाहु अलैहि वसल्लम की रिसालत के ऐलान के साथ साथ इसकी उम्मत के नेक राहरों ने हमेशा के लिए आंखें मूंद ली. അങ്ങനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ ഒരു വിളിയാളത്തിൽ തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ആ ഒരു ആപ്തവാക്യം കേട്ട് എന്താണ് ഇത്രയും വലിയ നേക്കിയൊക്കെ കാറുവാൻ, ഈ നന്മയുടെ ഈ ഒരു വലിയ കറവാന സാലാർ, ഈ നന്മയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം की रिसालत के ऐलान के साथ നബി റസൂലാണ് എന്നുള്ള ഈ സന്ദേശവാക്യം കേട്ടുകൊണ്ട് ഉസ്കി ഉമ്മത്ത് കെ ഇസ് നേക് രാഹ്റോനെ, ഈ സമൂഹത്തിന്റെ ഈ ഒരു നന്മയുടെ മാർഗദർശിയായ ഇദ്ദേഹം
ഹമേഷ കെ ലിയെ ആംഖേं മൂന്ദ് ലി, എന്നേക്കുമായി കണ്ണുകൾ അടച്ചു എന്നർത്ഥം. എന്ന് വെച്ചാല് ഈ പാവപ്പെട്ട ഈ ഒരു മഹൽ വ്യക്തിത്വം അദ്ദേഹം എന്നേക്കുമായി നമ്മോട് വിട പറഞ്ഞു എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് എന്താണ് കാണാൻ വേണ്ടിയിട്ട് മറ്റോ അല്ല, ഒരിക്കലും പറയാതെ അദ്ദേഹത്തിന് ചെയ്യുവാനുള്ള സേവനം കർത്തവ്യങ്ങളൊക്കെ അദ്ദേഹം നിർവഹിച്ചു പൊതുനന്മ ലാക്കാക്കിക്കൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അതിന് അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കുക എന്നുള്ളത്, ഈ പുസ്തകം ഇവിടെ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ സംഭാവനകളെ കുറിച്ചുകൊണ്ട് അറിയും. അത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അതിന് അവസാനം വരെ ഈ അങ്കേ ടീമെ ഈ ചൂലയിലിട്ടിട്ട് ഈ അടുപ്പിലേക്ക് ഇട്ടിട്ട് അദ്ദേഹം എന്താണ് അത് കത്തിയെരിയാൻ സമ്മതിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത്. അപ്പൊ ഇന്ന് പല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആഖിരി ഖദം കാ പൈഗാം ക്യാ ഹൈ, എന്താണ് ഇതിലുള്ള മെസ്സേജ് എന്നുള്ളത്. രണ്ടാമത്തേത് ചോദിച്ചേക്കാവുന്നത് ഈ ഇദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ഡോക്ടർ സാക്കിർ ഹുസൈൻ കെ ബാരെ ആപ് ക്യാ ക്യാ ജാനത്തെ എന്ന് ചോദിച്ചേക്കാം. അതുപോലെ അദ്ദേഹത്തിന് മറ്റു സേവനങ്ങൾ ഈ ഒരു ഹിസാബ് അമാനത്ത് കെ ബാരെ क्या क्या हिसाब अमानत किसे कहते हैं या हिसाब अमानत के किसे कहते हैं, അതുപോലെ അതിനെ കുറിച്ചുകൊണ്ടൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ശുക്രിയ.